പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് എല്ലാവർക്കും ഒരു പ്രാവശ്യവും കൂടെ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചിക്കാഗോ പ്രയർ ലൈനിൽ എനിക്കും ഇന്നത്തെ ദിവസം ജോയിൻ ചെയ്യാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ഈ സൂം മീറ്റിങ്ങിലേക്ക് എന്നെ വിളിച്ച പ്രിയ സുനിൽ പാസ്റ്റർക്കായും ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതവും കൂടി ദൈവം നമുക്ക് ധാരാളമായി തന്ന വലിയ സ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപയാല് നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം നമ്മെ വളരെ അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നടത്തുന്ന ദൈവത്തിന്റെ എല്ലാ വിധങ്ങൾക്കാകെയും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേറെ ഒന്നും പ്രാരംഭമായിട്ട് പറയുന്നില്ല. വളരെ നമുക്ക് പരിചയമായിരിക്കുന്ന ഒരു വചനം തന്നെ വായിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 10ാം അധ്യായം 1-ാമത്തെ വാക്യം ആണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 10ന്റെ 1-ാം വാക്യം. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധ ആത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൂർപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയ്ക്കായി ദൈവത്തെ നന്ദി. കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കൃപ ചെയ്യണമേ. മഹത്വം കർത്താവ് എടുക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു നല്ല പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. വളരെ ഇത് പല പ്രാവശ്യം പല ദൈവദാസന്മാരാലൊക്കെ നാം പ്രസംഗിച്ചു കേട്ടിട്ടുണ്ട്, നാം തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വചനമാണ്. പക്ഷെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശം, മനുഷ്യനിൽ കൂടെ ദൈവം പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് വായിച്ചപ്പോൾ തന്നെ അതിന്റെ മുമ്പിലേക്ക് കൂടി ഞാനൊരു 1-2 വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം 9-ാമത്തെ അധ്യായത്തില് 35 മുതലും കൂടി നാം വായിക്കുമ്പോഴാണ് 10-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭത്തിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. കാരണം യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. നമുക്കറിയാം, യേശുക്രിസ്തു ലോകത്തിൽ വന്നു. യേശുക്രിസ്തു തൻ്റെ 30-ാമത്തെ വയസ്സിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. നമുക്കറിയാം, യേശു ആദ്യം ഒരു വീട്ടില് അത്ഭുതമാണ് ചെയ്തത്. കാരണം കാനാവിലെ കല്യാണത്തിന് അവിടുത്തെ കുറവുകളെ മാറ്റി, അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിപ്പാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ ഈ ശുശ്രൂഷ വളരെയധികമായിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? അധികമായിട്ട് ചെയ്യാൻ ആരംഭിച്ചു. അവിടെ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കുന്നത്, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിക്കുന്ന യേശു. അത് മത്തായിയുടെ സുവിശേഷത്തില് ഗലീലൊക്കെയും ചുറ്റി സഞ്ചരിച്ചു എന്ന് നമുക്ക് വായിക്കുന്നു. 4:23 യേശു ഗലീല മുഴുവനും ചുറ്റി സഞ്ചരിക്കാൻ ആരംഭിച്ചു. ഇതുപോലെ ഇവിടെ പട്ടണം തോറും ഗ്രാമം തോറും സ്തോത്രം, യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു. പക്ഷേ അവിടെ യേശു ചെയ്ത കാര്യം സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ യേശു ചെന്നിടത്തൊക്കെ ഇതുവരെ നടക്കാത്ത അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. അപ്പൊ അത്
ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു യേശു ഇത് ചെയ്യുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് കൂടെയുണ്ട്. ശിഷ്യന്മാർ ഇത് കാണുന്നു. ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ ഇത് ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്. അവർ യേശുവിനെ പിൻപറ്റുവാൻ ആരംഭിച്ചവരാണ്. കാരണം അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട് ദൈവത്തിന് താല്പര്യമുണ്ട്, യേശുക്രിസ്തുവിന് താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുക സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇതുവരെയും ചെയ്യാത്ത അനേക കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഓരോ ഭാഗങ്ങളത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ ശുശ്രൂഷയിൽ, തൻ്റെ സുവിശേഷ വേലയിൽ ചെയ്യുവാൻ തക്കണം ഇടയായിട്ട് തീർന്നു. പക്ഷേ അവിടെ കാണുന്നൊരു വിഷയം, കർത്താവ് പുരുഷാരത്തെ ഇടനില്ലാത്ത ആടുകളെ പോലെ കണ്ടു. കർത്താവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല് പുരുഷാരത്തെ കാണുമ്പോൾ അവർ ഇടയനില്ലാത്ത, അവരെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവരെ നടത്തുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം സ്തോത്രം ആരുമില്ല. ആ ഒരു കാരണം എല്ലാവരും ഇടയനില്ലാത്ത ആടുകളെ പോലെ പുരുഷാരം ചിന്നിയവരായി ചിതറിയവരായി നടക്കുന്ന ഒരു അനുഭവം കർത്താവ് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ ഉപദേശമുണ്ട്, അതുപോലെ സുവിശേഷം പ്രസംഗിച്ചു, എല്ലാ സ്ഥലത്തും വെച്ച് സഞ്ചരിച്ചു, അതുപോലെ തന്നെ സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. പക്ഷേ ഇത് കർത്താവ് തന്നെ അല്ല അവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പ്ലാൻ ചെയ്തു. അതിനായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരുടെ കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിന്റെ വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ കാഴ്ചപ്പാട് കൊയ്ത്ത് വളരെയുണ്ട്. കാരണം ഈ ജനമെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജനത്തിന് ഇടയനില്ല. ഈ ജനത്തിനെ നടത്തുവാൻ സ്തോത്രം അല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാല് കൊയ്ത്തിന് വിളഞ്ഞു കിടക്കുന്ന ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് തന്നെ നോക്കി പറയാണ്, കൊയ്ത്ത് വളരെയുണ്ട്, ശിഷ്യന്മാരുടെ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വളരെയധികം ഏറ്റവും ഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വിഷയമാണ് കൊയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്തും ഈ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അന്നത്തെ കാലഘട്ടത്തെക്കാളും കൂടുതൽ ജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അന്നത്തെ ലോകത്തിലുണ്ടെന്ന ജനങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൊയ്യുവാനായിട്ടുള്ള ഇടയന്മാർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. സ്തോത്രം. കാരണം ഇന്ന് നാം നോക്കിയാൽ അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വേലയ്ക്കായിട്ട് പോകുവാൻ സ്തോത്രം വളരെ കുറവുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ കർത്താവ് ഒരു കാര്യം പറയാണ്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ചുരുക്കം വേലക്കാരുള്ളൂ, പക്ഷേ കൊയ്ത്ത് വളരെയധികമുണ്ട്. സ്തോത്രം. ഈ ദിവസങ്ങളില് നാം സ്തോത്രം അതിന് ഒരു കൂട്ടം ജനങ്ങളെ കർത്താവിൻ്റെ കൊയ്ത്തിലേക്ക് നാം വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ്. സ്തോത്രം. ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അനേക കാര്യങ്ങൾ അത് ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു എന്ന ചെയ്യാം ഏൽപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് ആ അധികാരത്തെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നാം വായിക്കുമ്പോൾ സ്തോത്രം, വേലക്കാരെ ആകെ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടുന്ന കാര്യം, എവിടെയെല്ലാം കൊയ്ത്ത് നടക്കുവാനായിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ വേലക്കാര് ആ കൊയ്ത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം യാചിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. കാരണം ഇത് യേശുക്രിസ്തുവിന്റെ വരവ് സമീപമായിരിക്കുന്നു.
ഇതൊരു അന്ത്യ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം, അതായത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ കൊയ്ത്തിലേക്ക് നമ്മെ വിളിച്ചു. എന്നാൽ നാം അനേകരെ ഈ കൊയ്ത്തിലേക്ക് നാമും അനേകരെ ഏർപ്പെടുത്തത്തക്ക നിലമയിൽ, അല്ലെങ്കിൽ അനേകരെ കർത്താവിങ്കിലേക്ക് കൊയ്ത്തിലേക്ക് കൊണ്ടുവരേണ്ട നിലമയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ നാം അതുപോലെ തന്നെ 10:1 നാം വായിച്ചാൽ, അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. നമുക്കറിയാം ഈ ശിഷ്യന്മാര് ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. 12 ശിഷ്യന്മാര്, അതില് ആരും വളരെ പഠിപ്പുള്ളവരോ അല്ലെങ്കിൽ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരോ അല്ലെങ്കിൽ വളരെ കുടുംബത്തിന്റെ സ്തോത്രം കുലീന കുടുംബത്തിൽപ്പെട്ടവരോ ഒന്നും അല്ല ഈ 12 ശിഷ്യന്മാരും. സാധാരണ ജനങ്ങളാണ്. അതില് നമുക്കറിയാം സ്തോത്രം മീൻപിടുത്തക്കാരുണ്ട്, അതുപോലെ തന്നെ ചുങ്കം പിരിക്കുന്നവരുണ്ട്, പൊളിറ്റിക്കലിൽ സ്തോത്രം പൊളിറ്റിക്കലിൽ അല്ലെങ്കിൽ ഇതിൽ ജോലി ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് നടന്നവരുണ്ട്. സ്തോത്രം രാഷ്ട്രീയമായ അന്നത്തെ കാലത്ത് പല ഗ്രൂപ്പുകളിലൊക്കെ പെട്ട ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ ജനങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ മഹിമ അവർക്ക് വെളിപ്പെടുത്തി. സ്തോത്രം. കാരണം കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കർത്താവിനോട് കൂടെ നിർത്തി അവരെ പ്രിപ്പയർ ആക്കി ദൈവം. യേശുക്രിസ്തുവോട് അവരെ പ്രിപ്പയർ ആക്കി, അല്ലെങ്കിൽ അവരെ സ്തോത്രം അവരെ ഉരുവാക്കി. ശരിക്കും പറഞ്ഞാൽ അവരെ പണിതു. അവരുടെ പല കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. അവർക്ക് സകലവിധ ദീനവും, അത് നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ഈ ചുമ്മാ കയറിയല്ല യേശു അടുക്കൽ വിളിച്ചത്. അത് മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു രാത്രി മുഴുവനും ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തോത്രം സാധാരണക്കാരായ ജനങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കാൻ ആരംഭിച്ചു. സാധാരണക്കാർ, അതില് ഞാൻ പറഞ്ഞല്ലോ, മീൻ പിടിച്ച് നടന്നവരും, അതുപോലെ തന്നെ സ്തോത്രം മീൻ പിടിച്ച് നടന്നവരും, അവർ ഇതുവരെയും ചെയ്യാത്തതും ഇതുവരെയും കേൾക്കാത്തതും ഇതുവരെയും കാണാത്തതും ഇതുവരെയും അനുഭവിക്കാത്തതുമായിരിക്കുന്ന ഒരു പുതിയ വേലയിലേക്ക്, ഒരു പുതിയ കാര്യത്തിലേക്ക് അവരെ പ്രിപ്പയർ ആക്കി യേശു ക്രിസ്തു. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജനം, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നവരൊക്കെ വളരെയധികം വിദ്യാഭ്യാസം കുറവുള്ളവരും അല്ലെങ്കിൽ അറിവില്ലാത്തവരും കഴിവ് കുറഞ്ഞവരൊക്കെ ആയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കൂടെ നിൽക്കുന്നവർ. പക്ഷേ അവരെ സ്തോത്രം ഈ ദിവസങ്ങളിൽ നാം സ്തോത്രം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം അവരെ പ്രിപ്പയർ ആക്കുന്നുവെങ്കിൽ, അവരെ നാം സ്തോത്രം അവരെ അതിലേക്ക് നാം ഒരുക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്, അല്ലെങ്കിൽ അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം, അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം അവരെയും ഉരുവാക്കും, അല്ലെങ്കിൽ അവരെയും തീർച്ചയായിട്ടും ദൈവം സഹായിക്കും. ഇവിടെ യേശു ഏറ്റവും സാധാരണ വ്യക്തികളെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഏർപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ചില അധികാരങ്ങൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, സ്തോത്രം നമ്മുടെ സഭയിൽ, അല്ലെങ്കിൽ നാം സുവിശേഷ വേല ചെയ്യുന്നിടത്ത് ഇന്ന് സ്തോത്രം നടക്കേണ്ട ഒരു മുഖ്യமான വിഷയമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളും നടക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കർത്താവ് അത് ചെയ്തു. അനേക ജനങ്ങൾ വിശ്വസിച്ചു, അനേക ജനങ്ങൾ യേശുക്രിസ്തുവിനെ ഏറ്റുകൊണ്ടു, അനേക ജനങ്ങൾ കർത്താവിനെ പിൻപറ്റുവാൻ ഇടയായിട്ട് തീർന്നു. ഈ കാലഘട്ടത്തിലും ഇവിടെ ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. 2, സ്തോത്രം സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഈ അധികാരം ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിലും പ്രാപിക്കുവാൻ, ഈ അധികാരം ദൈവത്തിന്റെ കൃപയാൽ മറ്റുള്ളവർക്കും കൈമാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ പ്രാപിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ.
കാരണം സുവിശേഷം എത്താത്ത അനേക ഇടങ്ങൾ ഇനിയുമുണ്ട്. സുവിശേഷം കേൾക്കാത്ത അനേക ആൾക്കാർ ഇനിയുമുണ്ട്. കാരണം സാധാരണ ജനത്തെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായിട്ടും നമ്മെയും എടുത്ത് ഉപയോഗിക്കുമെന്ന് ഈ കാലഘട്ടത്തിൽ സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു. കാരണം സാധാരണ ജനങ്ങളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്ന ദൈവത്തോട് കൂടെ നിൽക്കുന്നുവെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ വേറൊരു വിഷയം, ഒന്ന് സ്തോത്രം, യേശു ആദ്യം ചെയ്തത് അടുക്കൽ വിളിച്ചു. അടുക്കൽ വിളിക്കുക, കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം അടുക്കൽ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്കറിയാം ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അനുഗമിക്ക്, എന്നെ പിൻപറ്റ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പൊ ഒന്ന്, കർത്താവ് ആദ്യം ചെയ്ത കാര്യം അവരെ അടുക്കൽ വിളിച്ചു. രണ്ടാമത്തെ കാര്യം, കർത്താവ് അവർക്ക് ഒരു അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപിക്കേണ്ട ചില വിഷയങ്ങൾ, സ്തോത്രം, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? ചില അധികാരങ്ങൾ കൈമാറുവാൻ. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ, ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തെ നാം പിൻപറ്റുമ്പോൾ, ദൈവത്തിനായിട്ട് നാം സമർപ്പിക്കുമ്പോൾ, ദൈവം ചില അധികാരങ്ങളെ നമുക്ക് കൈമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ വായിച്ചു മാത്രം ഞാൻ പോകുന്നു, കാരണം പ്രൈസ് ദി ലോർഡ്, സമയമില്ലാത്ത കാരണം. പിന്നെ കർത്താവ് ചിലരുടെ പേര് മാറ്റി. ഹല്ലേലൂയ. ഒന്ന്, കർത്താവ് വിളിച്ചു. കാരണം ആദ്യം കർത്താവിന് വന്നത്, കർത്താവ് മനസ്സലിഞ്ഞു. ഒരിടത്ത് നാം വായിക്കുമ്പോൾ, മർക്കോസിനെ വായിക്കും മനസ്സലിഞ്ഞു, ചിലയിടത്ത് മനസ്സുരുകിയെന്ന് വായിക്കുന്നുണ്ട്. കാരണം ജനത്തെ കാണുമ്പോൾ ഒരു ആത്മഭാരം, സ്തോത്രം, കർത്താവിനുണ്ടായിരുന്നു. ആ ആത്മഭാരം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കത്തക്ക നിലമയില് കർത്താവ് അവരെ പറഞ്ഞ് ഉപദേശിച്ചു. അവർക്ക് ആ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിഷൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന വിഷൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ കാര്യത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോ അവരെ അടുക്ക വിളിച്ചു. 2, അവർക്ക് അധികാരം കൊടുത്തു. 3, അവർക്ക് പേരിട്ടു, ചിലരുടെ പേര് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് സ്തോത്രം, അതിന്റെ 10 അധ്യായത്തിന്റെ 10ന്റെ 5-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഈ 12 പേരെയും യേശു അയച്ചു. കൂടെ നിർത്തുക തന്നെയല്ല, അയക്കുക. നാം ഈ ദിവസങ്ങളിൽ ചിലരെ തെരഞ്ഞെടുത്ത് ചില കാര്യങ്ങളെ പഠിപ്പിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി, സ്തോത്രം, അയക്കേണ്ട കാലഘട്ടത്തിലാണ്. ചില ഇടങ്ങളിലേക്ക് അയക്കുക, ചില ഇടങ്ങളെ ഏൽപ്പിക്കുക, ചില അധികാരങ്ങളെ കൈമാറുക. സ്തോത്രം. കാരണം നമുക്ക് തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഒരു 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷമാണ്. ആ 3.5 വർഷം കൊണ്ട്, സ്തോത്രം, കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഗലീലയിലും അതുപോലെ യഹൂദയിലും ശമരിയിലൊക്കെ കർത്താവ് ചെയ്തു. പക്ഷെ ഒരു 300 കിലോമീറ്റർ കൂടുതൽ കർത്താവ് സഞ്ചരിച്ചായിട്ട് നമുക്കറിയത്തില്ല. പക്ഷെ ബാക്കി അനേക സ്ഥലങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നു. അനേക പുരുഷാരം ഇനിയുണ്ട്, അനേക ജനങ്ങളുണ്ട്, വഴിതെറ്റി നടക്കുന്നവരുണ്ട്, അവർ ഇടനിലത്തെ ആടുകളെ പോലെ ചിന്നിക്കിടക്കുന്നവരുണ്ട്, ചിതറിക്കിടക്കുന്നവരുണ്ട്. അവരെ നടത്തുവാൻ ആൾക്കാരില്ല, അവരെ ഉപദേശിക്കുവാൻ ആൾക്കാരില്ല. അവർ പല കാര്യങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്നു, പല വിഷയങ്ങളിലും അവർ അടിമകളാണ്. പാപങ്ങൾക്ക് അവർ അടിമകളാണ്, രോഗങ്ങൾക്ക് അവർ അടിമകളാണ്. അതുപോലെ അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല. അതെ, പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ നേരിടുന്നു. പക്ഷേ അവർക്ക് ഈ സുവിശേഷം ഈ സുവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കോ ദൈവം ഉണ്ടെന്നോ, സ്തോത്രം, ദൈവം ഉണ്ടെന്നോ ദൈവരാജ്യം ഉണ്ടെന്നോ ഇന്ന് അനേക ജനങ്ങൾക്ക്, ഞാൻ ഇത് പറയുമ്പോൾ വളരെ സങ്കടത്തോടെ ഒരു കാര്യങ്ങൾ പറയുന്നു, വളരെ പഠിച്ച് നല്ല സ്തോത്രം, നല്ല ഡിഗ്രിയും അതുപോലെ ഡോക്ടറേറ്റും ഉള്ളവർക്ക് പോലും, സ്തോത്രം, ദൈവരാജ്യത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത
ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം പ്രൈസ് ദി ലോർഡ് ഞാൻ ഒരു ആളെ ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു വിഷയം, അദ്ദേഹം ഭയങ്കര ഒരു പഠിപ്പുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചിന്തയിൽ പോലും അങ്ങനെ ഒരു ഇതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയാൻ കാരണം അത്രമാത്രം ആ ഒരു സമൂഹത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം നിത്യமான ഒരു രാജ്യമുണ്ടെന്നുള്ള സത്യം ഇന്ന് ജനത്തിന് അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് ആദ്യം ചെയ്തത്, സ്തോത്രം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ സുവിശേഷം ഇന്ന് നാം പോയി പ്രസംഗിക്കുന്ന പോലെ ഒരു ചെറിയ ചെറിയ വിഷയം, അല്ലെങ്കിൽ ഒരു എന്താ നിങ്ങൾക്ക് പ്രശ്നം, അതല്ല ആദ്യം കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്. അപ്പൊ നാം വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ നാം ആദ്യമായിട്ട് നാം വെളിപ്പെടുത്തണം. നാം വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, സ്തോത്രം, നാം പറയുന്ന മക്കൾക്ക് ഉണ്ടാകും. അനേകം മക്കൾക്ക് ഇല്ലാത്തൊരു വിഷയമാണ് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് ഒന്ന് അടുക്കൽ വിളിച്ചു, 2 അധികാരം കൊടുത്തു, പേരിട്ടു, ചിലരുടെ പേര് മാറ്റി. അതിനുശേഷം യേശു അവരെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അയക്കുക. എങ്ങോട്ട് അയക്കണം? ദൈവത്തിന്റെ, സ്തോത്രം, ദൈവം ഈ സുവിശേഷം കേൾക്കാത്ത ഇടങ്ങളിലേക്ക്, ജനങ്ങളുള്ള ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇതുവരെയും സുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക് അയച്ചു. ഇനി സ്തോത്രം, അയക്കുക തന്നെയല്ല, ചില കാര്യങ്ങൾ, സ്തോത്രം, ദൈവം ഇവിടെ ആജ്ഞാപിക്കുകയാണ്. ചില കാര്യങ്ങൾ ദൈവം ആജ്ഞാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അയക്കുക മാത്രമല്ല, അയച്ചത് എന്തിനാ? ഇന്ന കാര്യം സംസാരിക്കണം, ഇന്നോടത്ത് പോകണം, ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വ്യക്തമായ ലക്ഷ്യം കർത്താവ് കാണിച്ചു കൊടുത്തു. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറഞ്ഞ കാര്യം, പ്രസംഗ വിഷയം ദൈവരാജ്യമാണ്. ഇന്ന് പലയിടങ്ങളിലും പ്രസംഗിക്കാത്ത ഒരു വിഷയമാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം, നിത്യജീവനെ കുറിച്ചുള്ള അറിവ്. എറ്റേണിറ്റിയെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇന്ന് അനേക ജനങ്ങൾക്കുണ്ട്. ഇന്ന് കൂടുതൽ പേര് സഭയിൽ വരുന്നത് ഏതോ ചില കാര്യങ്ങൾക്ക് നടക്കാൻ വേണ്ടിയാണ്. ഏതോ ചില കാര്യങ്ങൾ നടക്കുക, നടന്നിട്ട് തിരികെ പോവുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, 500 പേരെയോളം അദ്ദേഹം സ്നാനപ്പെടുത്തി, ഇപ്പോൾ സഭയിൽ വരുന്നത് 200 പേരാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ ദൈവദാസൻ പറഞ്ഞത് ഞാൻ കേട്ടു, അദ്ദേഹത്തിന്റെ സഭയില്, സ്തോത്രം, ഏതാണ്ട് 792 പേരുണ്ടായിരുന്നു, ഇപ്പോൾ സഭയിൽ വരുന്നത് 482 പേരാണ്. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ആൾക്കാര് സഭയിൽ വരുന്നു, എന്നാൽ ഏതോ ആവശ്യങ്ങൾ നടന്നിട്ട് തിരികെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ വ്യക്തത കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട്, പ്രസംഗ വിഷയം ദൈവത്തിന്റെ രാജ്യമാണ്. ഹല്ലേലൂയ. അവിടെ, സ്തോത്രം, ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും ചെയ്യരുതാത്ത പ്രവൃത്തിയും നാം 10:7 വായിക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം, സ്വർഗരാജ്യം നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പൻ. ദൈവരാജ്യത്തിന് മുൻതൂക്കം കൊടുത്ത് സംസാരിക്കുക. അതാ കർത്താവിടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിന് മുൻതൂക്കം കൊടുത്ത് സംസാരിക്കുക. ചെയ്യരുതാത്ത പ്രവൃത്തി നമുക്കറിയാം, 10:10 എന്നാൽ അയക്കുന്ന ഇടം, സ്തോത്രം, അതിന്റെ 10:16 നാം വായിക്കുമ്പോൾ, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇവിടെയാ കർത്താവ് അയച്ചത്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. അപ്പോ ആരുടെ അടുത്താണ് കർത്താവ് അയച്ചിരിക്കുന്നത്? സ്തോത്രം, ചെന്നായ്ക്കളുടെ നടുവിൽ, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നവരുടെ നടുവിൽ, കടിച്ചീറുന്നവരുടെ നടുവിൽ, സ്തോത്രം, അല്ലെങ്കിൽ പരിഹസിക്കുന്നവരുടെ നടുവിൽ, നമ്മെ കുറ്റം പറയുന്നവരുടെ നടുവിൽ, നമ്മെ തുമ്പപ്പെടുത്തുന്നവരുടെ നടുവിൽ നമ്മെ അയച്ചിരിക്കുന്നു. അതുകൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ, സ്തോത്രം, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. ഹല്ലേലൂയ. ഇപ്പൊ അയക്കുന്ന ഇടം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, അയക്കുന്ന ഇടം ചെന്നായ്ക്കളുടെ നടുവിലാണ്. ഇന്ന് നാം ജനത്തിന് യഥാർത്ഥത്തിൽ ഉപദേശിക്കേണ്ടുന്ന വിഷയം ദൈവരാജ്യത്തെക്കുറിച്ച്, കർത്താവായ യേശുക്രിസ്തുവിന്റെ
നിത്യജീവനെ കുറിച്ച്, സ്തോത്രം, അതുപോലെ തന്നെ അധികാരം കൈമാറ്റം, അതെ സ്തോത്രം, അതെ അവരെ പ്രിപ്പയർ ആക്കുക, അവരെ ഉപയോഗിപ്പിക്കുക, കർത്താവിന്റെ രാജ്യത്തിനായി ഉപയോഗിപ്പിക്കുക. കാരണം അനേക ജനങ്ങൾ ഇന്നും സുവിശേഷം കേൾക്കാതെ, ഇപ്പോൾ ഞങ്ങള് താമസിക്കുന്ന ഇടത്ത് സ്തോത്രം, ഈ പഞ്ചായത്തില് സ്തോത്രം ഒരു ചർച്ചില്ല, ഒരു സഭയില്ല. ഇവിടെ ഞങ്ങൾ ആരംഭിച്ചെടുത്ത ഒരു സഭയില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 2300 2400 കുടുംബങ്ങളുള്ള ഒരിടത്ത് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു സഭയില്ല, ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരും സ്തോത്രം ഈ പഞ്ചായത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അനേക സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം സ്തോത്രം ചിലരെ തെരഞ്ഞെടുത്ത്, ചിലരെ അതേ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ചില ഇടങ്ങളിലേക്ക് നാം അയക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും, കാരണം അനേക അതെ സാക്ഷ്യങ്ങൾക്കും കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ കാരണം, ഇവിടെ 1-2 വർഷം വന്ന് പഠിച്ച ചില കുഞ്ഞുങ്ങൾ സ്തോത്രം, ഇന്നവർ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവര് 2 വർഷത്തേക്കൂടെ പഠിക്കാൻ വന്നതെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ സുവിശേഷം കേട്ടിട്ട് സ്തോത്രം, ദൈവം അവർക്കൊരു ആത്മഭാരം കൊടുത്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം. ഞാൻ പറയാൻ കാരണം, പ്രൈസ് ദി ലോർഡ്, നാം ഈ ദിവസങ്ങളിൽ സ്തോത്രം ആ ഒരു വിഷൻ, ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനേക ജീവിതങ്ങളെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകരെ പ്രിപ്പയർ ആക്കുക, അനേകരെ സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത ഇടത്ത്, അല്ലെങ്കിൽ സ്തോത്രം ഇടയനില്ലാത്ത ഇടത്ത്, സ്തോത്രം ആടുകൾ ചിതറിയിരിക്കുന്ന ഇടത്ത്, ആടുകൾക്ക് ഒരു പരിപാലകൻ ഇല്ലാത്ത ഇടത്ത് അനേകരെ ഏർപ്പെടുത്തുവാൻ തക്കവണ്ണം, അനേകരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ സ്തോത്രം നമ്മെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുക്രിസ്തു 12 പേരെ തെരഞ്ഞെടുത്തു. നമുക്കൊരു പക്ഷേ നാം ചിന്തിക്കും, സ്തോത്രം, ഇന്നവരെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും, ഇന്നയാളെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും, ഇന്നയാളെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും, അല്ല ഇവരെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതെല്ലാം നമുക്ക് പലവിധ ചിന്തകൾ നമുക്ക് ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ ദൈവം നമ്മുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ജനത്തെ കൊണ്ട്, ദൈവം നമ്മുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് സ്തോത്രം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ജനമാക്കി, അല്ലെങ്കിൽ ദൈവരാജ്യ പ്രയോജനമുള്ള സ്തോത്രം അതെ ഇടയന്മാരാക്കി, അല്ലെങ്കിൽ ആ ശുശ്രൂഷകന്മാരാക്കി മാറ്റത്തക്ക നിലമയിലെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ ഉപയോഗിക്കുവാൻ തക്കൊണ്ട് ഇവിടെ എത്തിരും. ഇവിടെ കർത്താവ് സ്തോത്രം ഒന്നും, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് സ്തോത്രം യെരുശലേമിൽ, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ, ഇസ്രായേലില് ഉണ്ടായിരുന്ന കാലഘട്ടത്തില് അതെ പുരോഹിതന്മാരുണ്ടായിരുന്നു, മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു, ശാസ്ത്രിമാരുണ്ടായിരുന്നു, പരീശന്മാരുണ്ടായിരുന്നു, സാധുക്യരുണ്ടായിരുന്നു, വളരെയധികം പഠിപ്പുള്ളവരും അല്ലെങ്കിൽ റോമാക്കാരുണ്ടായിരുന്നു, ജ്ഞാനമുള്ളവരുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് അവരെ ആരെയും തെരഞ്ഞെടുക്കാതെ സ്തോത്രം സാധാരണ ജനത്തെ അസാധാരണമായി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. സാധാരണ ജനത്തെ നമുക്കറിയാം, അവര് മീൻ പിടിച്ച് നടക്കുന്നവരാ. സ്തോത്രം. അവർക്ക് യാതൊരു ഒരുപക്ഷെ ഒരു കൾച്ചർ പോലും ഇല്ലാത്തവരാ, സ്കൂളിന്റെ പടിവാതിൽ കാണാത്തവരാ, സ്തോത്രം എഴുത്തും വായനയും അറിയാത്തവരായിരിക്കാം ഒരുപക്ഷെ ചിലരെങ്കിലും. പക്ഷേ അവര് ദൈവം തെരഞ്ഞെടുത്ത് അസാധാരണമായ കാര്യങ്ങൾ, നാം അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ സ്തോത്രം അവർ അതേ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കത്തക്ക നിലമയില് പരിശുദ്ധാത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ തക്കോണ്ടേ തീർന്നു. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, ആ ഒരു നിലമയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അവരെ നടത്തുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം
ദൈവം തന്നിരിക്കുന്ന അഭിഷേകം ഈ ദിവസങ്ങളിൽ സ്തോത്രം നാം അത് പരിശുദ്ധാത്മാവിൽ സ്തോത്രം മറ്റുള്ളവരിലേക്കും അത് പകരുവാൻ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരെ അതിലേക്ക് നാം നിയോഗിക്കുന്നുവെങ്കിൽ, അവരെ അതിലേക്ക് നാം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തികൾ സ്തോത്രം, അതെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരിൽ കൂടെ നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ അതിനായിട്ടൊന്ന് ഒരുക്കിയാൽ ഒരുപക്ഷെ നമുക്ക് എത്താൻ സാധിക്കാത്ത ചില ഇടങ്ങൾ, നമുക്ക് പോകാൻ സാധിക്കാത്ത ചില ഇടങ്ങൾ, നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നവരിൽ കൂടെ ചെയ്തെടുക്കത്തക്ക നിലമേല് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അതിലേക്ക് ഗൈഡ് ചെയ്യണം. ഇവിടെ യേശു ക്രിസ്തു ആ ശുശ്രൂഷ താൻ തന്നെ മുഴുവൻ ചെയ്യാതെ ആ അധികാരത്തെ, അല്ലെങ്കിൽ ആ അധികാരത്തെ സ്തോത്രം കൊടുക്കത്തക്ക നിലയിൽ നമുക്കത് വായിക്കുമ്പോൾ, അനന്തരം അവൻ 12 ശിഷ്യന്മാരോടും ആമാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരം നാം പ്രാപിക്കണം, അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വചനത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ദാസൻ വളരെ ശാന്തനായിട്ട് തിരുവനന്തപുരത്ത് സംസാരിച്ചല്ലോ. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. മൂന്നാല് കാര്യങ്ങളാണ് കർത്താവിന്റെ ദാസൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്നാമതായിട്ട് അവൻ അടുക്കൽ വിളിച്ചു. അടുക്കലേക്ക് വിളിക്കുന്നവനായ യേശു ദൂരെ നിൽക്കുകയല്ല. നമുക്കറിയാം പത്രോസ് പരാജിതനായി തീർന്നത് അവൻ ദൂരമേ പിൻചെന്നു. അടുത്തു പോകാതെ ഒരു അകലം വിട്ട്, സുരക്ഷിതമായ ഒരു അകലം വിട്ട് പത്രോസ് പിൻചെന്നതാണ് തന്റെ പരാജയത്തിന്, കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്നതിന് ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ, എന്റെ ജീവിതത്തിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഇതാണ്, ഒരു അകലം വിട്ട് പിൻചെല്ലുന്നതിനാണ്. അടുക്കലേക്ക് കർത്താവ് വിളിക്കണം, മകനെ നീ എന്റെ അടുക്കലേക്ക് വാ, നീ എന്നെ പിന്തുടരൂ, നീ എന്നെ അനുഗമിക്കൂ. അപ്പൊ നമ്മൾ അകലം വിട്ടാണ് അനുഗമിക്കുന്നത്. അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളും അതിന് തടസ്സം വരരുത്, അതാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പലപ്പോഴും കർത്താവിന്റെ പിന്തുടരുവാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമതായിട്ട് കർത്താവിന്റെ പറയാം, അവന് അധികാരം കൊടുത്തു. അവരെ കാണുന്ന ഉടനെ എന്താണ്, ലോകം കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഒരു വിലയുമില്ലാത്ത, അല്ലെങ്കിൽ ലോകം ഒരു വിലയും കൽപ്പിക്കാത്തതായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർക്ക് അസാധാരണമായ ആ സാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണമായിട്ടുള്ള ഒരു അധികാരം കൊടുത്തു. നമുക്കറിയാം, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന രാധാകൃഷ്ണൻ, അതൊരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഭയങ്കര ഒരു തത്വചിന്തകനായിരുന്നു. ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചൊക്കെ അദ്ദേഹം വലിയ ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, വളരെ ശ്രദ്ധേയമായ പ്രശസ്തമായ ഒരു വാചകമാണ്. അദ്ദേഹം ഇതാണ് പറഞ്ഞത്: ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ ഹു മേക്ക് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. അതായത് അദ്ദേഹം പറഞ്ഞതാണ്, ക്രിസ്ത്യാനികളെ ഞാൻ നോക്കിയിട്ട് വെറും നമ്മെ പോലെയൊക്കെ തന്നെയുള്ള സാധാരണക്കാരായ ആളുകളാണ്, എന്നാൽ അവര് അസാധാരണമായ ചില അവകാശവാദങ്ങൾ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നോക്കുമ്പോൾ എന്താണ്, മറ്റുള്ളവരെ പോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള വലിയ കർത്താവിന്റെ ശിഷ്യന്മാരാണ്, അല്ല നേതാക്കന്മാരാണെന്ന് പറയുന്ന ആളുകളും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ വിദ്വേഷിക്കുകയും അല്ല അധികാരത്തിന് വേണ്ടി പോരാടുകയും ഇലക്ഷൻ നടത്തുകയും എല്ലാം മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാം ചെയ്യുന്നു. പക്ഷെ അവർ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. എന്നാൽ കർത്താവ് ചെയ്തത് എന്താണ്, ഈ സാധാരണക്കാരായ ഈ ആളുകൾക്ക് അസാധാരണമായ ഒരു അധികാരം കൊടുക്കുകയായിരുന്നു, ഭൂതങ്ങളെ പുറത്താക്കാനും അതുപോലെ തന്നെ എല്ലാവിധ രോഗികളെയും സൗഖ്യമാക്കാനും ഒക്കെയുള്ള വലിയൊരു അധികാരം കൊടുക്കുക. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാര് പല രോഗികളെ സൗഖ്യമാക്കി, പല മുടന്തരെ സൗഖ്യമാക്കി, അവരുടെ അടുത്ത് വന്ന് എല്ലാവരെയും സൗഖ്യമാക്കിയെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ചില രോഗികളെ സൗഖ്യമാക്കുന്നവരുണ്ട്. കർത്താവിന്റെ ചില ദാസന്മാര് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ലഭിക്കുന്നവരുണ്ട്, ക്യാൻസറിൽ നിന്ന് അല്ലെ മറ്റുള്ള രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലര്,
പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പം 18 വർഷം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി. എന്നാൽ ഈ രോഗത്തിന് സൗഖ്യം ലഭിക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ രോഗത്തിന് സൗഖ്യം ലഭിക്കുക, എന്നാൽ വേറൊരു രോഗി ചെല്ലുമ്പോൾ സൗഖ്യം ലഭിക്കുന്നില്ല. അവര് പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് സൗഖ്യം ലഭിക്കുന്നു, ചിലർക്ക് ലഭിക്കുന്നില്ല. കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് ചിലർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു, എന്നാൽ ഒത്തിരിയും പേർക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, കർത്താവിന്റെ അടുത്ത് എന്ന ഒരു വ്യക്തി പോലും സൗഖ്യമാകാതെ പോയില്ല എന്നുള്ളതാണ്. കർത്താവ് അറിയാതെ തന്നെ കർത്താവിനെ തൊട്ട സ്ത്രീ പോലും സൗഖ്യമായി. അത് എന്താണെന്ന് നമുക്കറിയാല്ല. നമ്മള് കർത്താവിന്റെ മക്കൾ സൗഖ്യമുണ്ട്, കർത്താവ് അവർക്ക് അധികാരം കൊടുത്തു, അവര് സൗഖ്യമാകുന്നു. മൂന്നാമതായിട്ട് കർത്താവ് പിന്നെ ചിലർക്ക് ഒരു പുതിയ പേര് കൊടുത്തു. നമുക്കറിയാം, പേരെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആളത്തെ കുറിക്കുന്നതാണ്. ഷോസ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ പേഴ്സൺ. ആ കർത്താവ് ഒരു പുതിയ പേര് കൊടുക്കുകയാണ്. സമൂലമായ ഒരു പരിവർത്തനം, സമൂലമായ ഒരു പുതുക്കം. നാലാമതായിട്ട് കർത്താവ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അയച്ചു. അത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകാൻ എത്ര പ്രയാസമാണ്. ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ തന്നെ, അതിന് പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളിലേക്കാണല്ലോ ഇന്ന് കർത്താവിന്റെ ദാസന്മാരും വിശ്വാസികളും ഒക്കെ ആയിരിക്കുന്ന. ആ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ അയക്കുകയാണ്. അപ്പം എന്താ പറഞ്ഞത്, നിങ്ങള് പേഴ്സും പൊക്കണവും ഒന്നും എടുക്കരുത്, നേരെ അങ്ങ് പോയാൽ മതി. ഇന്ന് നമ്മള് ഫണ്ടും ഒക്കെ പിരിച്ചിട്ട് ആദ്യം പോകുന്നത്. ഞാൻ അതിനെ ദോഷമെന്ന് പറയല്ല, കർത്താവ് പറഞ്ഞതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് കർത്താവ് ദാസൻ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവര് പുരുഷാരത്തെ കണ്ട് അവന് മനസ്സലിഞ്ഞു. ഒരു കുഷ്ഠരോഗിയെ കണ്ടിട്ട് അവന് മനസ്സലിഞ്ഞു. ജീസസ് ഫെൽറ്റ് കമ്പാഷൻ ആൻഡ് ഹീൽഡ് ഹിം. അങ്ങനെയാണ് ഇന്ന് ഈ വലിയ രോഗശാന്തി ശുശ്രൂഷയൊക്കെ പ്രഖ്യാപിക്കുന്നവർ ഇവരെ കണ്ട് മനസ്സലിഞ്ഞാണോ പ്രഖ്യാപിക്കുന്നത്, അല്ലെ ഇവരെ കണ്ട് ഇവരുടെ വേദനയും ദുഃഖം കണ്ട് കർത്താവ് ഇവർക്ക് ഒരു സൗഖ്യം കൊടുക്കണേ എന്നുള്ള വേദന കൊണ്ടാണോ ഇങ്ങോട്ട് നടക്കുക, തിരിഞ്ഞ് നടന്ന് കൈയൊന്ന് പൊക്കിക്കുക, കാലൊന്ന് പൊക്കിക്കുക? ഇതെന്താണ് ഈ ഞാൻ പരസ്യം കാണിക്കുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ? അത് അങ്ങനെയൊന്നും കർത്താവ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമുക്ക് ആരോടും പറയരുതെന്നാ. ചിലരോട് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കിയെന്ന് ഒറ്റ മനുഷ്യനോട് പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. ഇന്നതല്ലല്ലോ. അതുകൊണ്ട് കർത്താവ് ചെയ്ത കാര്യങ്ങൾ കർത്താവ് ചെയ്ത പോലെ ചെയ്യാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ചെയ്ത ശുശ്രൂഷ തുടരുന്നതിന് വേണ്ടിയാണ് നമ്മളെ ആക്കിയത്. ഈ 12 പേരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്തതും ഇതൊക്കെ എന്തിനാ? കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷ അതേപോലെ ചെയ്യുന്നതിനോ. കർത്താവ് 3 വർഷമേ ശുശ്രൂഷ ചെയ്തുള്ളൂ, നമ്മളൊക്കെ 10-45 ചെയ്തോണ്ടിരിക്കുക. നല്ല കാര്യം, നല്ലത്. എന്നാൽ ആ കർത്താവ് ചെയ്ത ശുശ്രൂഷ അതുപോലെ തുടരുന്നതിന് വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ ആക്കിയത്. അവരങ്ങനെ തന്നെ ചെയ്തു. അവര് ആദ്യം തെറ്റിപ്പോയി. ആദ്യം അവർക്ക് പരിശുദ്ധാത്മ വരുന്നതിന് മുമ്പ് അവരുടെ സ്വന്തം ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിച്ചു. അതൊന്നും നടക്കത്തില്ല എന്ന് കണ്ടു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവ് ചെയ്ത അതേ ശുശ്രൂഷ അവര് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കർത്താവിന്റെ ശിഷ്യന്മാരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കർത്താവ് ചെയ്ത ആ ശുശ്രൂഷ ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കുക. അങ്ങ് നമ്മുടെ ചർച്ചയിലും ഈ ശുശ്രൂഷ ചെയ്തവരൊക്കെ നോക്കിയാല് കർത്താവ് ചെയ്ത ശുശ്രൂഷയുമായിട്ടും അടുത്ത് പോലും 1% അടുത്ത് വരുന്നതെന്നുള്ള എനിക്ക്, അല്ലെ 1-2% അടുത്ത് വരുന്നതെന്നുള്ള നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യം. ഇത് കർത്താവ് ചെയ്ത ശുശ്രൂഷയുമായിട്ട് എത്രയോ അന്തരമാണ്. ഇന്ന് ചർച്ചയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കണ്ടാല് ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ പുതിയ നിയമസഭയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെന്തോ പറഞ്ഞ്, ഞങ്ങള് പ്രാർത്ഥനയിൽ ഇതിലും ഒക്കെ ഉറ്റിരിക്കും, അതുകൊണ്ട് മേശമേൽ ശുശ്രൂഷ ചെയ്യാനും ഭരണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനും ഒന്നും ഞങ്ങൾ വരത്തില്ല. അതിന് ഞങ്ങളുടെ താഴെയുള്ള കുറച്ചു പേരെ ആക്കിക്കോ, ഞങ്ങൾ ഇതിനകത്ത് അധികാര സ്ഥാനത്തൊന്നും ഞങ്ങൾ വരത്തില്ല. ഞങ്ങളുടെ സമയം പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ സമയം ഉപവസിക്കാനും ഒക്കെ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരൊക്കെ ചെയ്തു. ഇന്ന് അങ്ങനെ വല്ലതും ആകുന്നു? അത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. അതിന് പറഞ്ഞതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവ് ചെയ്ത ഈ ശുശ്രൂഷ അതിന് മാറ്റം വരുത്താനല്ല, കർത്താവ് ചെയ്തതുപോലെ ചെയ്യാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് ആഴമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. പ്രാർത്ഥനകളിലൂടെ നമുക്കായിരിക്കാം. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഷിക്കാഗോ പ്രേരണ സ്നേഹം.